India will soon be taught in the schools of Saudi Arabia. This decision has been taken under the Vision 2030 initiative of the Saudi Crown Prince. It's a big step towards inclusiveness, a significant message of coexistence, and a clear reminder of the organic relationship India shares with the Saudi kingdom. The land of Mecca and Medina, the birthplace of Islam, will now teach epics like Ramayana and Mahabharata in schools. This may just be the most significant. സദര നമസ്കാരം. ആനുകാലികത്തിൽ നാം ഇന്ന് ചർച്ച ചെയ്യുന്നത് ഈ ഒരു വാർത്തയാണ്. സൗദി അറേബ്യ രാമായണവും മഹാഭാരതവും അവരുടെ പാഠ്യവിഷയത്തിൻ്റെ ഭാഗമാക്കുന്നു. ലോകത്തിലെ ഏറ്റവും ചിരപുരാതനമായ ഒരു സംസ്കാരത്തിൻ്റെ ജീവിതചര്യകളെ പകർത്തിയ ഗ്രന്ഥമാണ് ഇതിഹാസം. ഇവിടെ സംഭവിച്ചത് രാമായണം, രാമൻ്റെ അയനം, രാമൻ്റെ ജീവിതത്തിലൂടെയുള്ള യാത്ര. മഹാഭാരതം 1,25,000 ശ്ലോകമാണ് മഹാഭാരതം, 24,000 ശ്ലോകമാണ് രാമായണം. ഈ രണ്ട് മഹത് ഗ്രന്ഥങ്ങളും സൗദി അറേബ്യ എന്ന മക്കയും മദീനയും ഉൾക്കൊള്ളുന്ന ഇസ്ലാമിക സമൂഹത്തിൻ്റെ ആസ്ഥാനം എന്ന് വിശേഷിപ്പിക്കുന്ന സൗദി അറേബ്യയുടെ പാഠ്യവിഷയമാകുന്നു എന്ന് പറയുമ്പോഴാണ് 2050 വിശ്വഗുരുസ്ഥാനത്ത് ഭാരതമുണ്ടാകുമെന്ന് നമ്മുടെ പൂർവികന്മാർ പ്രവചിച്ചത് ഒരിക്കലും തെറ്റില്ല എന്ന് പറയുന്നതിൻ്റെ കാരണം ഇങ്ങനെയാണ്. കഴിഞ്ഞ 2 മാസങ്ങൾക്ക് മുമ്പാണ് ഇന്തോനേഷ്യയിലെ മുൻ രാജകുമാരിയും 30,000-ഓളം ആളുകളും നേരിട്ട് സനാതന ധർമ്മത്തെ, ഹിന്ദുധർമ്മത്തെ സ്വീകരിച്ചു. ലോകത്തിലെ ഏറ്റവും വലിയ ഇസ്ലാമിക രാഷ്ട്രമാണ് ഇന്തോനേഷ്യ. പക്ഷെ അവിടുത്തെ സംസ്കാരം ഭാരതീയമാണ്, ഹൈന്ദവ സംസ്കാരമാണ്. അവിടെ ദേശീയ പുരുഷൻ ശ്രീരാമനാണ്. അവിടെ വിമാന സർവീസ് ഗരുഡ എയർലൈൻസ് ആണ്. അവിടെ ദേശീയ ബാങ്ക് കുബേര എന്നാണ് പേര്. അവരുടെ ഭരണഘടന അവസാനിക്കുന്നത് ധർമ്മോ രക്ഷതി രക്ഷിത എന്ന ആപ്തവാക്യത്തോടു കൂടിയാണ്. അവിടെയുള്ള പ്രസിഡന്റുമാരുടെ, ജനങ്ങളുടെ പേരുകളെല്ലാം രാമായണത്തിലെ പേരുകളാണ്. മേഘാവതി എന്നായിരുന്നു അവിടുത്തെ ലേഡി പ്രസിഡന്റിന്റെ പേര്. അതിനു മുമ്പ് സുകർണോപുത്രി, മേഘാവതി, സുകർണോപുത്രി, സുഹൃദ, സുകർണ എന്നൊക്കെയാണ് പേരുകൾ. സൗദി അറേബ്യ എന്ന് പറയുമ്പോൾ ഇസ്ലാം മതത്തിന് ആവിർഭാവമുണ്ടായ നാടാണ് സൗദി അറേബ്യ. അവിടെയാണ് പ്രവാചക പരമ്പരകളെല്ലാം ജനിച്ചത്. അവിടെ രാമായണം, മഹാഭാരതം നിർബന്ധ പഠനമാക്കുമ്പോൾ അല്ലെങ്കിൽ പാഠ്യപദ്ധതിയുടെ ഭാഗമാക്കുന്നു എന്ന റിപ്പോർട്ടുകൾ വരുമ്പോൾ എന്തിലേക്കാണ് സൗദി അറേബ്യ സഞ്ചരിക്കുന്നത്? ഇസ്ലാം മതം ലോകം മുഴുവൻ വിനാശം വിതയ്ക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും സിറിയയിലും ബംഗ്ലാദേശിലും അങ്ങനെ ഏതെല്ലാം രാജ്യങ്ങളിൽ ഇസ്ലാം ഉണ്ടോ അവിടെയെല്ലാം ഭീകരതയും നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് എല്ലാ ഇസ്ലാമിക സഹോദരങ്ങളും ഭീകരന്മാരാണ് എന്നൊന്നും ആരും പറയില്ല, പറയാനും പാടില്ല. മറിച്ച് ഇസ്ലാം മതത്തിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് ആ ഗ്രന്ഥത്തിൽ. അതുകൊണ്ടാണ് ലോകത്തിൽ അനേകം മതങ്ങൾ ഉണ്ടായിട്ടും ഇസ്ലാമിൽ മാത്രം പൊട്ടിത്തെറി നടക്കുന്നത്. എന്തുകൊണ്ടാണ് മനുഷ്യന്മാരെ കൊന്നാൽ എനിക്ക് സ്വർഗം കിട്ടുമെന്നൊരാൾ വിശ്വസിക്കുന്നത്? അങ്ങനെ ലോകത്തിൽ ഏതെങ്കിലും ഒരു മതവിഭാഗം തൻ്റെ മതത്തിനു വേണ്ടി പൊട്ടിത്തെറിക്കുവാൻ തയ്യാറാകുന്നുണ്ടോ? സ്വർഗത്തിനു വേണ്ടി പൊട്ടിത്തെറിക്കുവാൻ തയ്യാറാകുന്നുണ്ടോ? അപ്പൊ ഈ അപകടങ്ങളെ സൗദി അറേബ്യ തിരിച്ചറിഞ്ഞിരിക്കുന്നു. കാരണം ഇപ്പൊ UAE വളരെ വേഗം കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് സ്വാഭാവികമായിട്ട്, അതൊരു ഇസ്ലാമിക രാജ്യമല്ലേ? എന്തുകൊണ്ടാണ് അത് മാതൃകാപരമാകുന്നത്? 1971 യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് 7 രാജ്യങ്ങളുടെ കൂട്ടായ്മയാണത്. അങ്ങനെ ഒരു രാജ്യം രൂപീകരിക്കുന്ന സമയത്ത് വ്യവസായം, വാണിജ്യം, ലോക സൗഹൃദം, ഈ 3 തൂണുകളിൽ നിന്നുകൊണ്ടാണ് അവരെ രാജ്യത്തെ കെട്ടിപ്പടുത്തത്. അതുകൊണ്ട് തന്നെ മതം എന്ത് പഠിപ്പിക്കണം, പഠിപ്പിക്കരുത് എന്ന് തീരുമാനിക്കുന്ന കൃത്യമായൊരു പാഠ്യപദ്ധതി അവിടെയുണ്ട്. ഇപ്പം നമ്മുടെ നാട്ടിൽ, കേരളത്തിൽ, ഭാരതത്തിൽ എന്താണ് മദ്രസകളിൽ പഠിപ്പിക്കുന്നത് എന്ന് തീരുമാനിക്കുവാനുള്ള സിലബസിൽ സർക്കാർ ഇടപെടാറുണ്ടോ? ആരാണ് പഠിപ്പിക്കുന്നത് എന്ന് നമുക്കറിയാമോ? അതുകൊണ്ടാണ് ISIS-ലേക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ പോകപ്പെട്ടത് നമ്മുടെ ഈ കേരളത്തിൽ നിന്നാണ്. നിമിഷ ഫാത്തിമയായതും ഫാത്തിമ ISIS-ൽ പോയി ചേർന്നതും പിന്നീട് അഫ്ഗാനിസ്ഥാനിൽ എത്തിയതും ഒക്കെ നമുക്കറിയാം, വലിയ വാർത്തയാണ്. അപ്പൊ ഇതൊക്കെ എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ
അന്ധമായ മതം പഠിപ്പിക്കുന്നതാണ് ഞങ്ങളുടെ രാജ്യത്തിൻ്റെ പരാജയം എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് എന്താണ് ഭാരതത്തിന് പറയുവാനുള്ളത് ഞങ്ങൾ കേൾക്കട്ടെ, എന്താണ് ജൂതന് പറയുവാനുള്ളത് ഞങ്ങൾ കേൾക്കട്ടെ, എന്താണ് ക്രിസ്ത്യാനിക്ക് പറയുവാനുള്ളത് ഞങ്ങൾ കേൾക്കാൻ തയ്യാറാണ്. ഇതാണ് ഭാരതത്തിന്റെ വിശാലത. ഈ വിശാല ചിന്താ മണ്ഡലത്തിലേക്ക് സൗദിയെ നയിക്കുവാൻ സൗദി രാജകുമാരൻ തയ്യാറാകുന്നു. അദ്ദേഹം അധികാരത്തിൽ വന്നപ്പോൾ തന്നെ ആദ്യത്തെ സൂചന 40 വർഷമായിട്ട് അവിടുത്തെ സ്ത്രീകൾ ഒരു സമരത്തിലാണ്. എന്തിനു വേണ്ടിയുള്ള സമരം എന്നറിയോ? ഭാരതത്തിലെ സ്ത്രീകൾ, പ്രത്യേകിച്ച് ഹിന്ദു സ്ത്രീകൾ കേൾക്കണം, അത് ഡ്രൈവിംഗ് ലൈസൻസിന് വേണ്ടിയായിരുന്നു. ഞങ്ങൾക്ക് വാഹനം ഓടിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ആ ലൈസൻസ് അവിടെ ഇസ്ലാമിക നിയമപ്രകാരം സ്ത്രീകൾ വാഹനം ഓടിക്കാൻ പാടില്ല. അദ്ദേഹം തിരുത്തിയത് ഇസ്ലാമിക നിയമപ്രകാരം സ്ത്രീകൾ ഭരണകാര്യത്തിൽ പങ്കാളികളാകാൻ പാടില്ല എന്ന നിയമമൊക്കെ തിരുത്തി അവിടുത്തെ മിനിസ്ട്രിയിൽ 3 സ്ത്രീകളെ വരുത്തി. അവിടെ ഈ മുഖം മറക്കുന്ന ആചാരം നിർബന്ധമല്ല എന്ന് വരുത്തി. മനുഷ്യർ ഇഷ്ടമുള്ള വസ്ത്രങ്ങൾ ധരിക്കുവാൻ ഒരു പരിധിവരെ സ്വാതന്ത്ര്യം നൽകി. അവിടെ സംഗീതത്തിന് യാതൊരു സ്ഥാനവും ഉണ്ടായിരുന്നില്ല. വലിയ പോപ്പ് സംഗീതമൊക്കെ അവിടെ സംഘടിപ്പിച്ചു. സിനിമകൾക്ക് വലിയ നിരോധനമുണ്ടായിരുന്നു, അതെല്ലാം നീക്കി. സംഗീതത്തിന് പ്രാധാന്യം കൊടുത്തു, നൃത്തത്തിന് പ്രാധാന്യം കൊടുത്തു, ചിത്രകലക്ക് പ്രാധാന്യം കൊടുത്തു. കാരണം നമ്മുടെ എല്ലാം നാട്ടിൽ ഇപ്പൊ മുജാഹിദ് ബാലുശ്ശേരി എന്ന് പറയുന്ന പ്രബോധകന്റെ ഒരു വീഡിയോ സന്ദേശം നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. മനുഷ്യൻ ഏറ്റവും വഴിതെറ്റിച്ചത് സംഗീതമാണ് എന്നാണ്. യേശുദാസിന്റെ പാട്ട് കേട്ടിട്ട് ഒരാൾ നന്നായിട്ടുണ്ടോ എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. താലിബാനാണ് ഇവരുടെ എല്ലാം മാതൃക. ഇതാണ് UAE ആയിരുന്നു കേരളത്തിൽ ഒരു പരിധിവരെ മാതൃകയായിരുന്നുവെങ്കിൽ നമുക്ക് അഭിമാനിക്കാമായിരുന്നു, അല്ലെങ്കിൽ നമുക്ക് ആശ്വസിക്കാമായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ ഈ കേരളം അടക്കമുള്ള സ്ഥലങ്ങളിലെ ഭീകര പ്രസ്ഥാനങ്ങൾ മാതൃകയാക്കുന്നത് താലിബാനെയാണ്. അവിടെ സംഗീതം പാടില്ല, അവിടെ നൃത്തം പാടില്ല, അവിടെ ആളുകൾ ചിരിക്കാൻ പാടില്ല. അങ്ങനെയാണ് അഫ്ഗാനിസ്ഥാനിലെ ഏറ്റവും വലിയ അറിയപ്പെടുന്ന ലോക പ്രശസ്തനായ ഹാസ്യ നടനെ താലിബാൻ അധികാരത്തിൽ വന്നപ്പോൾ ആദ്യം തന്നെ കൊന്നുകളഞ്ഞു. പിന്നീട് അവർ ചെയ്തത് വോളിബോൾ കളിച്ച പെൺകുട്ടികളെ മുഴുവൻ കൊന്നുകളഞ്ഞു. ഇസ്ലാമിക നിയമപ്രകാരം സ്ത്രീകൾ പുറത്തിറങ്ങിയിട്ട് ഒരു കളിയും ഏർപ്പെടാൻ പാടില്ല. അതുകൊണ്ട് തന്നെ അവരെ എല്ലാം കൊന്നുകളഞ്ഞു. അപ്പൊ ഇങ്ങനെയുള്ള ഈ കുടിലതയും ഈ സ്നേഹമില്ലായ്മയും ഈ പൈശാചികതയുമാണ് ഞങ്ങളുടെ നാശത്തിന് കാരണമെന്ന് ഇസ്ലാമിക ലോകം തിരിച്ചറിയുമ്പോഴാണ് അവർ മനുഷ്യത്വത്തിലേക്കും ഒപ്പം മാനവികതയിലേക്കും ആ നാട് പതുക്കെ പതുക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വരുമ്പോഴാണ് നിഷ്കർഷമായ നിയമങ്ങൾ കൊണ്ടല്ല മനുഷ്യനെ മാറ്റേണ്ടത്, മറിച്ച് സ്നേഹം കൊണ്ടാണ്. നിങ്ങൾ എത്ര കഠിനമായ നിയമങ്ങൾ ഉണ്ടാക്കിയാലും മനുഷ്യൻ അതിനെ ലംഘിക്കുവാനുള്ള ടെൻഡൻസിയെ കാണിക്കും. അതുകൊണ്ടാണ് ആദത്തിനും ഹവ്വയ്ക്കും ഒരു കനി മാത്രം കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടും അവരത് കഴിച്ചത്. നിയമങ്ങൾ ഉണ്ടാക്കിയിട്ട് അടിച്ചേൽപ്പിക്കുവാൻ പരിശ്രമിച്ചാൽ അത് വിജയിക്കില്ല. ഇപ്പൊ 2 ബോക്സുകൾ നമ്മുടെ കുട്ടിയുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഒരു ബോക്സ് തുറന്നിട്ട് നീ ഇഷ്ടമുള്ളത് കഴിച്ചോളൂ, അതിലുള്ള മധുര പലഹാരങ്ങൾ കഴിച്ചോളൂ, 2ാമത്തെ ബോക്സ് തുറക്കാനേ പാടില്ല എന്ന് നിഷ്കർഷിച്ചു. വൈകുന്നേരമായിട്ടും ആ കുട്ടി ആ ബോക്സ് തുറന്നില്ലെങ്കിൽ ആ കുട്ടിക്ക് ആകാംക്ഷയില്ല. എന്തിന് എന്തുകൊണ്ടെന്ന ചോദ്യമില്ല. അവൻ മതക്കാരനായി തീരും. മറിച്ച് അല്പം യുക്തിബോധമുള്ള കുട്ടിയാണ് എങ്കിൽ അവൻ വൈകുന്നേരം അത് തുറന്നിരിക്കും. കാരണം അവൻ ആകാംക്ഷയുണ്ടാവും, എന്താണ് ഇതിനുള്ളിലുള്ളത് എന്നറിയുവാൻ. ഇതുപോലെ ആദത്തിനും ഹവ്വയ്ക്കും ആകാംക്ഷയുണ്ടായി. വിലക്കപ്പെട്ട ഈ കനി കഴിച്ചാൽ എന്താണ് സംഭവിക്കുക, എന്തുകൊണ്ടാണ് ഞങ്ങളോട് ഇത് കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞത്, സാത്താന്റെ പ്രേരണ കൊണ്ട് അത് കഴിച്ചു എന്നൊക്കെയാണ്. അപ്പൊ മനുഷ്യൻ എന്ന് പറയുന്ന വിശാല ബുദ്ധിയോടൊത്ത നക്ഷത്രങ്ങളിൽ പോലും സഞ്ചരിക്കുവാൻ കഴിയുന്ന, ആകാശത്തിൽ പറവയെ പോലെ സഞ്ചരിക്കുന്ന, മംഗൾയാൻ ദൗത്യം നടത്തുന്ന, ചന്ദ്രനിൽ ചെല്ലുന്ന മനുഷ്യനോട് നീ അങ്ങനെ ചിന്തിച്ചാൽ മതി, അങ്ങനെ പ്രവർത്തിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ അവൻ അനുസരിക്കുന്നുവെങ്കിൽ അതിൻ്റെ കാരണം ഭയമാണ്. അപ്പം ഭയത്തിലൂടെയാണ് മതം പിടിച്ചു നിൽക്കുന്നത്. ഭയമില്ലാതായാൽ മതമില്ലാതാകും. ഇപ്പൊ കമ്മ്യൂണിസവും ഇസ്ലാമും ഭൂമിയിൽ ഇങ്ങനെ നിലനിൽക്കുന്നതിന്റെ കാരണം പല രാജ്യങ്ങളിലും, എല്ലാ രാജ്യങ്ങളും ഞാൻ പറയുന്നില്ല, ഭയമാണ്. മനുഷ്യ മനസ്സിലെ ഭയമാണ്. ഞങ്ങളുടെ മതത്തിനെതിരെ പറഞ്ഞാൽ ഞങ്ങൾ നിങ്ങളെ ഇല്ലാതാക്കും എന്ന് പറയുന്ന നിഷ്കർഷയോടുകൂടി മതങ്ങൾ പ്രവർത്തിക്കുന്നത് മതത്തിന് ആത്യന്തികമായിട്ട് ഗുണം ചെയ്യില്ല എന്ന് മതരാജ്യങ്ങൾ മനസ്സിലാക്കി തുടങ്ങി. അങ്ങനെയാണ് മതരാജ്യങ്ങൾ പരിഷ്കരണത്തിന് വിധേയമാകുവാൻ തുടങ്ങിക്കൊണ്ടേയിരിക്കുന്നത്. ആയതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് 1500 അല്ലെങ്കിൽ 1600 വർഷങ്ങൾ പഴക്കം കൊണ്ട് തന്നെ ഒരു മതത്തിന്റെ ഈ പറയുന്ന മുഖമെല്ലാം ഇല്ലാതായി ആ മതം നവീകരിക്കപ്പെടണം.
മതം ഇല്ലാതാകണം എന്നൊരിക്കലും നമ്മൾ പറഞ്ഞിട്ടില്ല. മതം നവീകരിക്കപ്പെടണം. മതം ഹിന്ദുത്വം പോലെ ധർമ്മമായി തീരണം. സ്വതന്ത്രമായി ചിന്തിക്കുവാൻ കഴിയണം. വിശ്വാസിയെയും അവിശ്വാസിയെയും ഉൾക്കൊള്ളുവാൻ കഴിയണം. സ്വർഗമുണ്ട് എന്ന് വിശ്വസിക്കുവാനും സ്വർഗമില്ല എന്ന് വിശ്വസിക്കുവാനും അതിൻ്റെ അനുയായിക്ക് സ്വാതന്ത്ര്യം ഉണ്ടാവണം. ഞാൻ പറയുന്നത് മാത്രമാണ് ശരി, ഈ കിതാബിൽ മാത്രമുള്ളതാണ് ശരി എന്ന് വാശി പിടിക്കരുത്. നീ പറഞ്ഞതും ഞാൻ പറയുന്നതും ശരിയാണ്, നിന്റെ കിതാബിൽ പറഞ്ഞതെല്ലാം ശരിയാവണമെന്ന് നിർബന്ധമില്ല. അത് ഭഗവത്ഗീതയാണെങ്കിലും രാമായണമാവട്ടെ, അത് ബൈബിളാണെങ്കിലും ഖുറാൻ ആണെങ്കിലും മനുഷ്യനിർമ്മിതമാണെന്ന് നമുക്ക് വിശ്വസിക്കുവാൻ കഴിയണം. അതാണ് യാഥാർത്ഥ്യം. ലോകത്തിലെ സകല ഇസങ്ങളും മതങ്ങളും എല്ലാം മനുഷ്യന് വേണ്ടി മനുഷ്യനാൽ നിർമ്മിക്കപ്പെട്ടതാണ്. അപ്പം മനുഷ്യനാണ് ഗ്രന്ഥങ്ങൾ എഴുതിയത്, മനുഷ്യനാണ് ഭാഷ കണ്ടെത്തിയത്, മനുഷ്യനാണ് ലിപികളെ കണ്ടുപിടിച്ചത്. അല്ലാതെ ദൈവം നേരിട്ട് എഴുതിയതാണ്, ഇതിൽ മനുഷ്യന്റെ കൈകടത്തലുകൾ ഇല്ല എന്നൊക്കെ പറയുന്നതാണ് ലോകത്തിലെ സംഘർഷങ്ങൾക്ക് കാരണം. ക്രിസ്തുമതവും ഇങ്ങനെ വാശി പിടിച്ച ഒരു മതമായിരുന്നു. അങ്ങനെയാണ് ഭൂമി ഉരുണ്ടതാണ് എന്ന് പറഞ്ഞ ഗലീലിയോയെ അവർ കല്ലെറിഞ്ഞോടിച്ചതും ബ്രൂണോയെ കുരിശിലേറ്റിക്കൊന്നതും. ബൈബിളിനെ ചോദ്യം ചെയ്ത് 1200 ശാസ്ത്രകാരന്മാരെയാണ് ഇരുണ്ട യുഗം എന്ന് വിശേഷിപ്പിക്കുന്ന യൂറോപ്പിന്റെ കാലഘട്ടത്തിൽ കൊന്നുകളഞ്ഞത്. പക്ഷെ നവോത്ഥാനത്തിനു ശേഷം ക്രിസ്തുമതം ഒരുപാട് മാറ്റങ്ങൾക്ക് വിധേയമായി. ഇന്ന് ക്രിസ്ത്യാനിയെ വിമർശിച്ചാൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ മാറ്റങ്ങൾക്ക് വിധേയമായില്ല ഇസ്ലാം മതം. അതുകൊണ്ടാണ് നിങ്ങൾ സൗദി അറേബ്യ അടക്കമുള്ള ഇസ്ലാമിക പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ എടുത്താൽ അവർക്കൊരു ശാസ്ത്ര പുരോഗതി മറ്റു പലരും കൊടുത്ത പുരോഗതി അവർക്കുള്ളൂ. അവർ സ്വന്തമായിട്ട് ശാസ്ത്രകാരന്മാരെ ഉണ്ടാക്കിയിട്ടില്ല. 100 വർഷം പഴക്കമുള്ള ഒരു കെട്ടിടം, മനോഹരമായ ഒരു കെട്ടിടം കാണിക്കാൻ കഴിയില്ല. എന്നാൽ ഭാരതത്തിൽ വരുമ്പോഴോ 1000, 2000, 3000 വർഷം പഴക്കമുള്ള 9 നില 10 നില കെട്ടിടങ്ങൾ പോലും ഉണ്ടായിരുന്നു. കാരണം സിന്ധു നദീതട സംസ്കാരത്തിന്റെ പഴക്കത്തെ സായിപ്പ് നിർണയിച്ചത് പോലും BC 3000 ആണ്. എന്ന് വെച്ചാൽ 2021 3000 കൂട്ടുമ്പോൾ 5021 വർഷം മുമ്പ് ചുട്ട ഇഷ്ടികകൾ കൊണ്ട് 2 നില കെട്ടിടം ഉണ്ടാക്കിയിരുന്നു. സിന്ധു നദീതട സംസ്കാരത്തിന്റെ ഭാഗമായിരുന്നു അത് എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ഭാരതത്തിന്റെ ശാസ്ത്ര പുരോഗതിയുടെ പഴക്കം എത്ര കാലമാണ്? നമ്മുടെ ക്ഷേത്രങ്ങൾ, നമ്മുടെ തക്ഷശില, നളന്ദ സർവകലാശാലകൾ, നമ്മുടെ ടെക്നോളജികൾ എല്ലാം നഗരാസൂത്രണം എല്ലാം നമ്മൾ മനസ്സിലാക്കുമ്പോൾ ലോകാത്ഭുതമാണ്. ഇപ്പോൾ 7 അത്ഭുതങ്ങളിൽ ഒന്ന് താജ്മഹലാണ്. താജ്മഹൽ ഉണ്ടാക്കിയത് ഷാജഹാൻ എന്ന് നമ്മൾ പറയും. പക്ഷെ ഉണ്ടാക്കിയ എല്ലാ എഞ്ചിനീയർമാരും ഭാരതീയരായിരുന്നു. ഈ മുഗൾ സാമ്രാജ്യത്തിന്റെ ആളുകളാണ് ഇത് ഉണ്ടാക്കിയത് എങ്കിൽ മുഗൾ സാമ്രാജ്യം കാബൂളിലാണ് ഉണ്ടായത്. ബാബറുടെ നാട് കാബൂളിലാണ്. എന്തേ അവിടെ ഒരു കെട്ടിടം ഇല്ലാതെ പോയത്? അപ്പൊ ഇതിന്റെ എല്ലാം ടെക്നോളജി വികസിച്ച ഒരു രാജ്യമായിരുന്നു ഭാരതം. മതം ഒരിക്കലും ഭാരതത്തിൽ അവന്റെ തത്വചിന്ത ഒരിക്കലും മനുഷ്യന്റെ വ്യക്തി സ്വാതന്ത്ര്യത്തിൽ ഇടപെട്ടില്ല. അവന് സർവധർമ്മ സ്വാതന്ത്ര്യം നൽകി. എന്നാൽ ഇസ്ലാം മതത്തിന്റെ തത്വചിന്തകൾ മനുഷ്യന്റെ ശാസ്ത്രബോധത്തെ ഭയം കൊണ്ട് അടിച്ചമർത്തിയപ്പോഴാണ് അവിടെ പുരോഗതി ഇല്ലാതെ പോയത്. 960-കൾക്ക് ശേഷമുണ്ടായ എണ്ണ ഖനനത്തിലൂടെ ഉണ്ടായ വികാസം മാത്രമാണ് ഇന്ന് പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ നമ്മൾ കാണുന്നത്, പ്രത്യേകിച്ച് ഗൾഫ് മേഖലയിൽ നമ്മൾ കാണുന്നത്. എന്തിനേറെ ഭൂമിക്കടിയിലെ എണ്ണ എങ്ങനെ സംസ്കരിക്കണമെന്ന് ആദ്യമായിട്ട് ഈ അബുദാബിക്കും ദുബായിക്കൊക്കെ പറഞ്ഞു കൊടുത്തത് പോലും ഇന്ത്യക്കാരായിരുന്നു. ഇന്ത്യയായിരുന്നു ആദ്യത്തെ പ്ലാന്റ് അവിടെ സ്ഥാപിച്ചത് എന്നുകൂടി മനസ്സിലാക്കണം. അമേരിക്കയുടെ നയങ്ങളാണ്, ബ്രിട്ടന്റെ നയങ്ങളാണ് ഇപ്പോഴും UAE-യിൽ നടപ്പിലാക്കപ്പെടുന്നത് എന്നുകൂടി മനസ്സിലാക്കണം. 25,000-ഓളം വരുന്ന ബ്രിട്ടീഷ് സൈനികന്മാരുടെ കാവലിലാണ് ഖത്തർ എന്ന് പറഞ്ഞ രാജ്യം ജീവിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കണം. അപ്പൊ ഇവിടെയെല്ലാം നാം മനസ്സിലാക്കേണ്ടത് മതത്തിന്റെ തിട്ടൂരത്തിന് മാറ്റം വന്നുകൊണ്ട് ലോകം ഹിന്ദുധർമ്മത്തിന്റെ പാതയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു പുതിയ കാലഘട്ടത്തിൽ നാം ജീവിക്കുമ്പോൾ അഭിമാനിക്കുക, നാം ഹിന്ദുവാണ്. നന്ദി, നമസ്കാരം. വന്ദേ മാതരം.